പ്രതിരോധ മതിൽ തീർത്ത് അർജന്റീനിയൻ പ്രഹരങ്ങളെ വിഫലമാക്കി വിലങ്ങ് തീർത്തപ്പോൾ കരുതിയിരുന്നില്ല. അവസാനം അനായാസം ആ പൂട്ട് തകർത്ത് തുലാതുലനം ഭേദിച്ച് 2-ന്റെ ലീഡിൽ ജയിച്ചു കയറുമെന്ന്. ലിയോയുടെ അസിസ്റ്റിൽ നിന്ന് മാക്കാലിസ്റ്ററിന്റെ ഗോളിലൂടെയാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. ആ ഗോൾ പ്രതീക്ഷ തന്നെങ്കിലും എൻഡയോ അത് കെടുത്തി. പിന്നീടുള്ള ഓരോ നീക്കങ്ങളും ഓരോ ആരാധകന്റെയും ഹൃദയങ്ങളിലും ഭീതി പടർത്തി അങ്ങനെ കടന്നുപോയി. പിന്നാലെ ജൂലിയൻ അൽവാരസിന്റെ മനോഹരമായ കർവിൻ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി വല തുളച്ചു. പ്രതീക്ഷിക്കാൻ വീണ്ടും കാരണം. സ്വിറ്റ്സർലാൻഡ് 10 പേരുമായി ചുരുങ്ങിയെങ്കിലും കളിമികവിന് അവർക്കൊരു കോട്ടവും സംഭവിച്ചില്ലായിരുന്നു. പിന്നാലെ ലൗത്തറോ മാർട്ടിനസിന്റെ ഗോൾ കൂടിയെത്തിയതോടെ സ്വിറ്റ്സർലാൻഡ് പ്രതീക്ഷകളെ തളച്ചിട്ട് അർജന്റീന സെമി ബർത്ത് ഉറപ്പിച്ചിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡ് ആദ്യമൊക്കെ അപകടകരമായാണ് തുടങ്ങിയത്. അർജന്റീന കളിയിൽ ഒരു നിഴലായി മാത്രം അവശേഷിച്ചു. അവർ പലതവണ അർജന്റീന ബോക്സിലേക്ക് കടന്നെത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലായിരുന്നു. കാത്തിരിപ്പിന് അത്ര ദൈർഘ്യം ഇല്ലായിരുന്നു. 9-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി വിധിക്കപ്പെട്ട ഒരു കോർണർ കിക്ക്. എന്നാൽ ലയണൽ മെസ്സി അളന്നു മുറിച്ച് സഹതാരം മാക്കാലിസ്റ്ററിനെ ലക്ഷ്യമാക്കി തലക്ക് ഭാഗത്തിലെത്തിച്ചത് മാത്രമേ സ്വിറ്റ്സർലാൻഡ് താരങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നീട് കാണുന്നത് അയാളുടെ ഗോളാഘോഷമാണ്. ഈ ലോകകപ്പിലെ ആദ്യ ഗോൾ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ഹെഡറിലൂടെ മാക്കാലിസ്റ്റർ നേടുകയാണ്. നൗ അർജന്റീന 1 സ്വിറ്റ്സർലാൻഡിന്. ആ ഒരു ഗോളോടെ അർജന്റീനയുടെ മുഖം മാറി. തങ്ങളുടെ യഥാശൈലിയിലേക്ക് അവർ തിരിച്ചെത്തി. സ്വിറ്റ്സർലാൻഡ് പൂട്ടുകൾക്കിടയിലൂടെ പന്തുകൾ വിതരണം ചെയ്ത് മുന്നോട്ടു കയറി. എന്നാൽ 19-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോൾമുഖം പരീക്ഷിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡിന്റെ 15-ാം നമ്പർ താരം ഉഗ്രനൊരു പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗോൾ വലക്ക് താഴെ അടയിരിക്കുന്ന എമിലിയാനോയുടെ കരങ്ങൾ കടക്കാൻ മാത്രം അതിന് കെൽപ്പില്ലായിരുന്നു. 31-ാം മിനിറ്റിൽ പതിയെ താളം കണ്ടെത്തി കുതിക്കാൻ തുടക്കമിട്ട സ്വിറ്റ്സർലാൻഡിന്റെ കളിഭാവം മാറിയത് ഒരൊറ്റ നീളം പാസിലാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് എംബോളയെ കൃത്യമായി മാർക്ക് ചെയ്തപ്പോൾ പന്തിന്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തി എമിലിയാനോ മാർട്ടിനസും രക്ഷകനായി. അതോടെ ഗോൾ നിറപ്പിച്ച സ്വിറ്റ്സർലാൻഡ് മനസ്സുകളിൽ വീണ്ടും നിരാശ പടർന്നു. 40-ാം മിനിറ്റിൽ ലിയോയിൽ നിന്ന് തുടക്കമിട്ട പാസിംഗ് പ്രതിരോധത്തിൽ തട്ടിയുയർന്ന് പൊന്തിയെങ്കിലും ജൂലിയൻ അൽവാരസിന് പാകത്തിലാണ് പന്ത് ഇറങ്ങി വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. 42-ാം മിനിറ്റിൽ റഫറിയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ലയണൽ മെസ്സിയെ കണ്ടു. തുടർന്ന് പെരേഡസിനെ വീഴ്ത്തിയതിൽ എംബോളോ യെല്ലോ കാർഡ് കാണുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കളി വഷളാകുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. തുടരെ ഫൗളുകൾ. അർജന്റീനയുടെ ഓരോ നീക്കങ്ങളും അപകടകരമാണെന്ന് മനസ്സിലാക്കിയവർക്ക് അതേ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുള്ളായിരുന്നു. എല്ലാ നിലക്കും സ്വിറ്റ്സർലാൻഡ് ആധിപത്യം പുലർത്തിയ ഒരു ആദ്യ പകുതിയാണ് കണ്ടത്. പക്ഷേ മാക്കാലിസ്റ്ററിന്റെ ഗോൾ മാത്രം അവരെ വേട്ടയാടപ്പെട്ടു. സ്വിറ്റ്സർലാൻഡ് പ്രതിരോധ കോട്ട കെട്ടി ഗോൾ വലക്ക് മുമ്പിൽ നിലകൊണ്ടപ്പോൾ അർജന്റീനക്ക് തൊടുക്കാൻ കഴിഞ്ഞത് 3 ഷോട്ടുകൾ മാത്രമായിരുന്നു. അതേസമയം അർജന്റീന ഗോൾമുഖത്ത് അപകടം വിതച്ചത് 5 തവണ. 42% പന്തടക്കത്തോടെയാണ് അർജന്റീനയെ ആദ്യ പകുതിയിൽ കാണപ്പെട്ടത്. മറുവശത്ത് സ്വിറ്റ്സർലാൻഡ് ആകട്ടെ 58% പന്തവകാശം കളി കയ്യിൽ വെച്ചു. പാസിംഗിലും പാസ് ആക്യുറസിയിലുമെല്ലാം മുൻപന്തിയിൽ യാക്കിൻ തന്ത്രമോതുന്ന സ്വിറ്റ്സർലാൻഡ് തന്നെയായിരുന്നു. മത്സരത്തിന്റെ 49-ാം മിനിറ്റ് എംബോളയിലേക്ക് പന്തെത്തുന്നു. ഗോൾ മുഖത്തേക്ക് വെടിച്ചിൽ പോലെ വല തുളക്കാമെന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പന്ത് സഹതാരം ഷോയിലേക്ക് വെച്ച് നീട്ടി. അയാൾ കളക്കാനോ ഷോട്ട് തീർക്കാനോ സമയം നൽകാതെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ടൈമിംഗ് ടാക്കിൾ രക്ഷക്കെത്തുന്നു. അർജന്റീന ആരാധകരിൽ ഹൃദയമിടിപ്പിനാക്കം കൂട്ടിയ നിമിഷങ്ങളായിരുന്നുവെങ്കിലും എംബോളോ ഓഫ്സൈഡ് ട്രാപ്പിലായതുകൊണ്ട് തന്നെ മറിച്ച് സംഭവിച്ചാലും ഭീഷണിയൊന്നും ഇല്ലായിരുന്നു. സ്കലോണി നിരത്തിവെച്ച പ്രതിരോധ കെട്ടുറപ്പ് പൊളിക്കാൻ സ്വിറ്റ്സർലാൻഡ് താരങ്ങൾ നന്നേ പാടുപെട്ടു. കഴിഞ്ഞ മത്സരങ്ങളിലടക്കം പിഴവ് പ്രതിരോധത്തിലാണെന്ന വിമർശനം കേട്ടിരുന്നു. എന്നാൽ ഇന്ന് പ്രതിരോധം കീഴടങ്ങില്ലെന്ന ഒറ്റ മനസ്സോടെയാണ് പോരാടിയത്. അതുകൊണ്ടൊക്കെ തന്നെ സ്കോർ ബോർഡിൽ അർജന്റീനയോടൊപ്പം എത്താൻ സ്വിറ്റ്സർലാൻഡിന് സാധിച്ചില്ല. മാർട്ടിനസ് ഫോമല്ലെന്ന വിമർശനങ്ങളും കേട്ടിരുന്നു. ഇന്ന് കളി കണ്ടാരും ഇനി അങ്ങനെ പറയില്ലെന്ന് ഉറപ്പാണ്. ഡിഫൻസീവ് ലൈനിനോടൊപ്പം അത് കടന്നെത്തിയ പന്തുകളിൽ നിർണായക സേവുകൾ സൃഷ്ടിച്ചാണ് എമിലിയാനോ മാർട്ടിനസ് കാവലാളായത്. മത്സരത്തിന്റെ 62-ാം മിനിറ്റിൽ മെസ്സിയുടെ ഫ്രീ കിക്കിൽ നിന്ന് ലഭിച്ച പന്തുമായി അർജന്റീനിയൻ ഗോൾമുഖത്തേക്ക് എംബോളോ കുതിക്കുന്നത് കാണാം. പിന്നാലെ അപകടം വിതച്ചൊരു പാസും വരുന്നുണ്ട്. പക്ഷേ പ്രതിരോധ നിര എടുക്കേണ്ട പണി കൃത്യമായി ചെയ്തതോടെ സ്വിറ്റ്സർലാൻഡിന്റെ ആ പ്രതീക്ഷയും അവസാനിച്ചു. എന്നാൽ മത്സരത്തിന്റെ 67-ാം മിനിറ്റിൽ നിരന്തരമായി നടത്തിക്കൊണ്ടുവന്ന ആക്രമണങ്ങൾക്ക് ഫലമെന്നോണം ഇടത്തെ വിങ്ങിൽ നിന്നും എൻഡയോ പന്തുമായി റോഡ്രിഗസിലേക്ക് നൽകുന്നു.
അല്പം പോലും വൈകാതെ എൻഡിയോക്ക് പാകത്തിൽ പന്ത് മുന്നിലേക്ക്. ഒരു ജനതയുടെ പ്രതീക്ഷയുമായി പന്തെടുത്തിട്ട് മുന്നോട്ടേക്ക് കുതിച്ച എൻഡിയോക്ക് തെറ്റിയില്ല. ഇതുവരെ കടക്കാൻ കഴിയാത്ത എമിലിയാനോ മാർട്ടിനസ് എന്ന കടമ്പയും കടന്ന് അയാൾ പന്തിനെ വലയിലേക്ക് പായിക്കുന്നു. അർജന്റീന 1, സ്വിറ്റ്സർലാൻഡ് 1. എന്നാൽ മത്സരത്തിന്റെ 71-ാം മിനിറ്റിലായിരുന്നു ആ നാടകീയമായ നിമിഷം സംഭവിച്ചത്. എംബോളോ ഫൗൾ ചെയ്യപ്പെട്ടെന്ന തെറ്റിദ്ധാരണതയോടെ മത്സരത്തിന്റെ 71-ാം മിനിറ്റിൽ പെരേഡസിന് റഫറി യെല്ലോ കാർഡ് കാണിക്കുന്നു. തുടർന്ന് വാർ പരിശോധനയിൽ ഫൗൾ ലഭിക്കാൻ വേണ്ടി ഡൈവിംഗ് ചെയ്തതിന് എംബോളോക്ക് നേരെ യെല്ലോ കാർഡ് ഉയർത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ പെരേഡസിന്റെ യെല്ലോ കാർഡ് ഒഴിവാക്കിയിരുന്നു. നേരത്തെ യെല്ലോ കാർഡിന് വിധേയനായ റെഡ് കാർഡ് കണ്ട് നിറക്കണ്ണുകളോടെ കളം വിടുന്നു. അതിനാൽ തന്നെ സ്വിറ്റ്സർലാൻഡ് 10 പേരായി ചുരുങ്ങുകയാണ്. അർജന്റീന പ്രതിരോധ കോട്ടയ്ക്ക് നിരന്തരം ഭീഷണി ഉയർത്തിയ മുന്നേറ്റ താരം അടങ്ങിയ ആശ്വാസത്തിലാണ് ആരാധകർ. 84-ാം മിനിറ്റിൽ സ്വിറ്റ്സർലാൻഡ് പ്രതിരോധ കോട്ടയ്ക്ക് മുകളിലൂടെ മെസ്സിക്ക് പാകത്തിൽ ഒരു ക്രോസ് എത്തിക്കുന്നു. ഗോൾ കീപ്പർക്ക് മുകളിലൂടെ അടിച്ചു കയറ്റാൻ തുനിഞ്ഞ ലയണൽ മെസ്സിക്ക് തെറ്റി. അയാൾ കയറി വന്ന് പന്ത് പിടിച്ചെടുത്തു. പക്ഷേ റഫറിയുടെ ഓഫ്സൈഡ് ഫ്ലാഗും അവിടെ ഉയർന്നു കഴിഞ്ഞിരുന്നു. 10 പേരായി ചുരുങ്ങിയിട്ടും സ്വിറ്റ്സർലാൻഡിന്റെ മൂർച്ച കെട്ടണിഞ്ഞിട്ടില്ല എന്ന് തോന്നി. അവർക്ക് കിട്ടിയ അവസരങ്ങളിൽ അർജന്റീന ഗോൾമുഖത്ത് അപകടം വിതച്ചുകൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ അസാധ്യമായൊരു ക്രോസിലൂടെ ഗോൺസാലസ് പ്രതീക്ഷകൾ തന്നു. എന്നാൽ ഫിനിഷിംഗിലേക്കുള്ള മാക്കലിസ്റ്ററിന്റെ സാന്നിധ്യം അത്ര നല്ല സാഹചര്യത്തിലല്ലായിരുന്നു. എക്സ്ട്രാ ടൈമിൽ 5-ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസ് എത്തി. പക്ഷേ പ്രതീക്ഷിക്കാൻ വകയില്ലായിരുന്നു. നിശ്ചിത സമയവും കടന്ന് മത്സരം 30 മിനിറ്റ് നീളുന്ന എക്സ്ട്രാ ടൈമിലേക്ക്. പ്രതീക്ഷകളുടെ ഭാരവും പേറി ഇരു കൂട്ടരും സന്നദ്ധരാകുന്നു. പതിയെ പന്തുകളാൽ വിതരണം ചെയ്ത് ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന അർജന്റീനയെയാണ് കാണാൻ സാധിച്ചത്. അൽമാഡ തന്റെ പതിവ് ഷോട്ടിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ലായിരുന്നു. ഒടുവിലത് തുറന്നു കിട്ടി. ഒട്ടും വൈകാതെ ഒരു 1.5 വെടിയുണ്ട പായിച്ചെങ്കിലും നേരിയ വ്യത്യാസത്തിൽ പന്ത് വെളിയിലേക്ക്. 102-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. പക്ഷേ ആ ഫ്രീ കിക്ക് പ്രതീക്ഷയും വാളിൽ തട്ടിത്തെറിച്ചു. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴും സ്കോർ ബോർഡിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാക്കലിസ്റ്ററും എൻഡോയോ നേടിയ ആ ഗോളിൽ സമനിലയിൽ മത്സരം തുടരുകയാണ്. 2-ാം പകുതിയുടെ 3-ാം മിനിറ്റിൽ അർജന്റീനയുടെ മോഹം കെടുത്തും വിധം ഒരു ഫ്രീ കിക്ക് എത്തി. എന്നാൽ ആ പന്തിനെ കണക്ട് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. 111-ാം മിനിറ്റിൽ ഒരു ജനതയുടെ സ്വപ്നത്തിന് പുനർജന്മമേകി ലോപ്പസിന്റെ അസിസ്റ്റിൽ 21 വരെ അകലെ നിന്ന് ജൂലിയൻ അൽവാറസിന്റെ കർവിൻ ഷോട്ട് സ്വിറ്റ്സർലാൻഡിന്റെ വല തുളക്കുന്നു. അലക്കടൽ പോലെ ആർത്തിരുമ്പുന്ന അർജന്റീന ആരാധകർ വീണ്ടും ഒരു മോഹക്കപ്പ് സ്വപ്നം കണ്ട് തുടങ്ങുകയാണ്. 2 ഗോൾ കൊണ്ട് അർജന്റീന ഒതുങ്ങുമെന്ന് കരുതിയവർക്ക് തെറ്റി. അൽമാഡയുടെ ശ്രമം വിഫലമായപ്പോൾ പിന്നിൽ ഓടിക്കയറിയ ലൗത്തറോ മാർട്ടിനസ് പന്തിനെ വലയിലേക്ക് തഴുകിവിട്ടു. 90 മിനിറ്റ് ഗോൾ കണ്ടെത്താൻ പാടുപെട്ടവർ 8 മിനിറ്റിനകം 2 ഗോൾ സ്വിറ്റ്സർലാൻഡ് വലയിൽ എത്തിക്കുന്നു. പിന്നെയും കടന്നുപോയ നിമിഷങ്ങളൊന്നും സ്വിറ്റ്സർലാൻഡിന് അനുകൂലമായിരുന്നില്ല. അനന്തരം അന്തിമ കാഹളം. കോട്ട കെട്ടി സ്വപ്നം കാക്കാമെന്ന് കരുതിയവരുടെ സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറത്തി അർജന്റീന സ്വിറ്റ്സർലാൻഡ് കടമ്പയും കടന്ന് സെമി ഫൈനൽ ബർത്തിലേക്ക് മാർച്ച് ചെയ്യപ്പെടുകയാണ്. അവിടെ നേരിടേണ്ടത് ഹാരി കെയ്ന്റെ ഇംഗ്ലീഷ് പടയെ. വിധി കാത്തുവെച്ചത് ആ കനക കിരീടമെങ്കിൽ എത്ര ദൈർഘ്യം പിന്നിട്ടാലും അത് ഞങ്ങൾ കടക്കുമെന്നുറപ്പാണ്.